ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ ആശ്വസിച്ച ആ ഒരു കാര്യത്തിൽ നമുക്കറിയാം, കേരളം ഒരിക്കലും എന്തൊക്കെ തരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുപോയാലും കേരളം അതിലേക്ക് വീഴില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ കേരളത്തിനപ്പുറമുള്ള എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ബി ജെ പിക്ക്, നരേന്ദ്രമോദിക്ക് ഈ സന്ദർഭത്തിൽ കേരള സ്റ്റോറി കാണിച്ചുകൊണ്ട് രാജ്യത്തോട് എന്തെങ്കിലും പറയാൻ ബി ജെ പി ഉദ്ദേശിക്കുന്നുണ്ടോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ. രാജ്യത്ത് ഇന്ന് ബി ജെ പിയെ രാഷ്ട്രീയമായിട്ടും പ്രത്യയശാസ്ത്രപരമായും അതിശക്തമായി പ്രതിരോധിക്കുക മാത്രമല്ല, ഒരു അക്കൗണ്ട് തുറക്കാൻ പോലും സാധ്യമല്ലാത്ത തരത്തിൽ മതനിരപേക്ഷ ബോധത്തെ വളർത്തിയെടുക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ബി ജെ പിയുടെ വിഭജനവും വർഗീയതയും ഉണ്ടാക്കാനുള്ള, വിദ്വേഷം പടർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും മലയാളി സമൂഹം ഒന്നാകെ ഇന്ന് പ്രതിരോധിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടന അതിനൊരു പ്രധാന കാരണമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ഒരു പ്രധാന കാരണമാണ്. ഇവിടുത്തെ നവോത്ഥാന മൂല്യങ്ങൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവർ പഠിച്ച പടി 18 നോക്കിയിട്ടും അവർക്കിവിടെ വിഭജനമുണ്ടാക്കി ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന രാഷ്ട്രീയ അജണ്ട വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ടെലിവിഷൻ സംപ്രേഷണ സ്ഥാപനം ഇതുപോലുള്ള വിദ്വേഷം പടർത്തുന്ന വളരെ വിവാദപരമായ വിവാദങ്ങളുടെ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് സെൻസർ ബോർഡിൽ തന്നെ ഇടപെട്ട് നിരവധി രംഗങ്ങൾ വെട്ടിമാറ്റേണ്ടി വന്ന അത്രയും വൾഗറായിട്ടുള്ള ഒരു സിനിമയാണ്. ആ വൾഗറായിട്ടുള്ള സിനിമ ഇപ്പോൾ കാണിക്കുന്നത് രാജ്യത്തൊട്ടാകെ കേരളം വളരെ മോശപ്പെട്ട ഒരു സ്ഥലമാണ്. കേരളത്തിൽ ആളുകൾ മതപരിവർത്തനം നടത്തുന്നു. അവരെല്ലാം തന്നെ എന്താണ്, ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. 38,000-ഓളം ഹിന്ദു സ്ത്രീകൾ മതം മാറി IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നതുപോലെയുള്ള വലിയ നുണകൾ ഹിറ്റ്ലറുടെ പ്രചാരക മന്ത്രിയായിരുന്ന ഗീബൽസ് പറയുന്നുണ്ട്. നുണകൾ പറയുമ്പോൾ വലിയ നുണകൾ പറയണമെന്ന്. അപ്പോൾ സുദീപ് തോസൻ എന്ന് പറയുന്ന ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള വിദ്വാൻ ഇദ്ദേഹം എന്താണ്, വലിയ നുണകൾ പറഞ്ഞ്, അതായത് മിസ്റ്റർ ഗീബൽസിൻ്റെ ഏറ്റവും ഉത്തമ പുത്രനാവാൻ ശ്രമിക്കുകയാണ്. വലിയ നുണകൾ പറയുക, കേരളത്തിൽ വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തുന്നു, ഹിന്ദു സ്ത്രീകൾ മുസ്ലിമാവുന്നു, അവരെല്ലാം തന്നെ എന്താണ് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. ഇത് വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നുണക്കഥകളാണെന്ന് കേരളത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ നുണക്കഥകളൊന്നും കേരള സമൂഹത്തിൽ കാര്യമായ ഒരു ചലനമുണ്ടാക്കില്ലെങ്കിലും ദേശീയ തലത്തിൽ രാജ്യത്താകെ എന്താണ്, കേരളം വളരെ മോശപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. ഇവിടുത്തെ കമ്മി ഭരണം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ശക്തികൾ, ഇവിടുത്തെ സർക്കാർ എല്ലാം തന്നെ എന്താണ്, IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ആവശ്യമായ ഇസ്ലാമിക മതപരിവർത്തനത്തിന് സഹായം നൽകുന്നവരാണ്. അതോടൊപ്പം തന്നെ എന്താണ്, രാജ്യത്താകെ ഇസ്ലാമോഫോബിക്കാക്കാനുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഇപ്പോൾ ദൂരദർശനെ സംപ്രേഷണം ചെയ്യുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങേയറ്റം വിദ്വേഷ പ്രചരണപരമായ ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിളിന് വിരുദ്ധമായിട്ടുള്ള വളരെ കുറ്റകരമായ ഒരു കൃത്യമാണ് ദൂരദർശൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാവരും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ദൂരദർശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രദർശനം നടത്താൻ പാടില്ലെന്ന്. അതിനെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഇതിപ്പോൾ പ്രദർശനത്തിനെത്തുക എന്ന് പറയുന്നത് നമ്മുടെ മതനിരപേക്ഷ ബോധത്തെ, നമ്മുടെ നിയമപാലന സംവിധാനത്തെ, ഭരണഘടനയെ തന്നെ ഹിംസിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും. ഇതിനെ അതിശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിദ്വേഷം പടർത്താൻ, ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താൻ, അതിന് ഔദ്യോഗിക മാധ്യമ സംവിധാനത്തെ തന്നെ ഉപയോഗപ്പെടുത്താൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? ഇവർ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഭരണഘടനയാൽ നിർണ്ണയിക്കപ്പെട്ടതല്ലേ? ആ ഭരണഘടനയാൽ നിർണ്ണയിക്കപ്പെട്ട അധികാരത്തിന് വിരുദ്ധമായിട്ട് രാജ്യത്തെ ആകെ മതപരമായി വിഭജിക്കാൻ, ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരായിട്ട് വിദ്വേഷം പടർത്താൻ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമാണ് കേരളമെന്ന് വരുത്തി തീർക്കാൻ ആർക്കാണ് BJP സർക്കാരിന്
ഈ പ്രസാർ ഭാരതിക്ക് അധികാരം കൊടുത്തത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഈ ചോദ്യം കേരളം ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് യുക്തിയിൽ നിന്നുള്ള ഇടപെടലുകളാണ് ഇതെന്ന കാര്യം കേരളം തിരിച്ചറിയും. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ അല്ലെങ്കിൽ വംശ അധിഷ്ഠിതമായ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വളരെ മോശക്കാരായി, വളരെ ഭീകരവാദികളായി, ആ വിഭാഗത്തിന് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകളായിട്ട് കേരള സമൂഹത്തെ തന്നെ ആക്ഷേപിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണിത്. ആ സിനിമ കാണിക്കാൻ ഈ ഔദ്യോഗിക പ്രക്ഷേപണ കേന്ദ്രത്തെ തന്നെ ഉപയോഗിച്ച മോഡി സർക്കാരിനെതിരായിട്ട് അതിശക്തമായ വികാരം രാജ്യത്തൊട്ടാകെ ഉയർന്നു വരണം. മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ അതിന് മുൻകൈയെടുക്കണം. അത്തരമൊരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു ഔദ്യോഗിക സംപ്രേഷണ കേന്ദ്രം തന്നെ ഇതുപോലുള്ള വളരെ ആക്ഷേപിക്കപ്പെട്ട, വളരെ വിവാദപരമായ, വളരെയേറെ വിമർശിക്കപ്പെട്ട ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുക്കുമോ? തയ്യാറോ? ആ ടെലികാസ്റ്റിങ്ങിലൂടെ BJP നൽകുന്ന സന്ദേശം ഞങ്ങൾക്ക് നിയമാതീതമായി വിദ്വേഷ പ്രചരണം നടത്താൻ, വർഗീയവൽക്കരണം നടത്താൻ അവകാശമുണ്ട് എന്നാണ്. ആ ധാർഷ്ട്യത്തെയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.